നമ്മളെല്ലാം പാവം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിടിക്കപ്പെട്ടവർ വളരെ ചുരുക്കം. ഈ 12 വർഷം സൈന്യത്തിൽ നിന്ന് താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ ഒരു വനിത. അതെ അതെ, ഈ സൈന്യത്തിൽ തന്നെ. അപ്പം നമ്മളിങ്ങനെ കുറേ ആത്മാക്കളെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ അണികളുണ്ടായിരുന്നു. ഈ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് ഓപ്പൺ കോർട്ട് വെച്ചോളാം. അത് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വലിയൊരു പ്രശ്നക്കാരി, ഞാനോ പ്രശ്നക്കാരനാണ്. പക്ഷേ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ താമസിച്ച ഫോർട്ട് ലൂയിസ് എന്ന ഒരു ബേസിൽ കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് പിടിച്ചു പുള്ളിക്കാർ. അന്ന് കൈക്കുഞ്ഞായ ഇവൻ ബാക്ക് സീറ്റിലിരിക്കുക. അതാണ് ഈ നമ്മളെ മലയാളികളെ പോലെ ഇത്രയും ചേക്കേറാൻ അഗ്രഗണ്യരായ വേറെ മനുഷ്യരില്ല. പൈസ വരും പോവും, ഒരു കരുതി വെച്ചിരുന്ന എല്ലാം പോയി. അതിപ്പോൾ ഞാൻ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകേണ്ട ആളായിരുന്നു. അപ്പം അതിനകത്ത് കിട്ടിയില്ല. പക്ഷെ അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പട്ടാളത്തിൽ ചേർന്നു, സൈന്യത്തിൽ ചേർന്നു, പിന്നീട് യുദ്ധത്തിനുള്ള അപ്പോൾ യുദ്ധ സമയമാണ്. ഇറാഖ് അല്ലേ, അഫ്ഗാനുമായിട്ടാണ് പോയത്. അവർ ബിൻ പിടിക്കാനാണ് പോയത്. തോറ ബോറ മൗണ്ടൻസിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയത്. പക്ഷേ പുള്ളിയെ പിടിച്ചത് അബോട്ടാബാദിലാണല്ലോ, പാകിസ്ഥാനിൽ. പക്ഷേ ഇപ്പോൾ ഞാനീ പറയുന്നതൊക്കെ വിമർശന അതീതമാകാം, നമ്മുടെ ഇതൊക്കെ വൈറലാകും. WMD, അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് കോളിൻ പവൽ UN പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് മകൻ ബുഷായ ജെഫ് ബുഷ് അല്ല, മകൻ ബുഷ് എന്നാണ്, സൺ ബുഷ് യുദ്ധത്തിന് പോകുന്നത്. അപ്പൻ സദാമുമായിട്ട് 91 ഒരു യുദ്ധം ഉണ്ടായല്ലോ. അപ്പോൾ അതിനെ ഒരു റിപ്പീറ്റ് ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ എനിക്കതിനകത്ത് സൈഡ് കൂടാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ജോലി, അമേരിക്ക ഞങ്ങൾ പറയുന്നത് ഫോർ ഗോഡ് ആൻഡ് കൺട്രി, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. കമാൻഡർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ ഉയർത്തി പ്രതിജ്ഞ ചെയ്തതാണ്. നമ്മൾ അവിടുത്തെ പൗരനാകുന്നു, ആ രാജ്യത്തിനോട് കൂറ് കാണിക്കും. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് മാറും. ഒന്നാം ദിവസം എന്നോട് പറഞ്ഞു, സ്പെഷ്യലിസ്റ്റ് ആലഞ്ചേരി, നിങ്ങൾക്ക് ഞങ്ങളുടെ ആംസ് റൂം തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെരുന്നാളിനൊരു പൊട്ടാസ് വള്ളി പൊട്ടിച്ചൊരു തോക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ NCCയിൽ എങ്ങാണ്ടൊക്കെ ഇച്ചിരി പോയി വെടിവെച്ചിട്ടുണ്ട്. അത് ഞാൻ വെടിവെച്ച് ഇവിടെയാണെങ്കിൽ അപ്പുറത്തെ മറിയാമച്ചിയുടെ കയ്യാലൊക്കെ കൊണ്ടത് ഒരു ഉന്നമൊന്നുമില്ല. പക്ഷേ ഈ തോക്ക് 10,000-10,000 തോക്ക് എന്നെ അങ്ങ് ഏൽപ്പിക്കാം. ഇതിൻ്റെ എല്ലാം മെയിൻ്റനൻസ്, വെറൈറ്റീസ് ഓഫ് തോക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ. ഇതിനൊക്കെ ഓയിലിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. അതിന് പിന്നെ ആർമർ സ്കൂളിൽ വിടുന്നു. അപ്പോൾ അവർ നമ്മളിൽ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിൽ നമ്മൾ മയങ്ങും. അപ്പോൾ ഇപ്പം എനിക്കിപ്പോൾ പൂർണ്ണ കൂറുണ്ട് ഈ ഇൻ്റർവ്യൂവിനോട്, അല്ലേ? ഐ എം ഗിവിങ് യു 100%. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഒളിമ്പിക്സിനൊക്കെ മെഡൽ നേടുന്നത്. ഒളിമ്പിക്സ് കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ ആ കറുമ്പൻ വീണ്ടും ഓടാനായിട്ട് അവിടെ വന്നിരിക്കും. ഹി കീപ്സ് ഓൺ പ്രാക്ടീസിങ്, ഹി കീപ്സ് ഹിസ് ഡെഡിക്കേഷൻ. അതാണ് അവിടുത്തെ ആ രാജ്യത്ത് ഞാൻ കണ്ടത്. അതുപോലെ ഇൻറ്റഗ്രിറ്റി. അവർ മെസ്സപ്പോൾ ഞാൻ തുറന്നപ്പം താക്കോൽ ഒടിഞ്ഞു പോയെന്ന് വെച്ചു. നമ്മളാണെങ്കിൽ കല്ലെ കൂട്ടി ചതച്ച് നേരെയാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കും. അവർ പറഞ്ഞ സാർജൻ, താക്കോൽ എന്നിൽ നിന്ന് വളഞ്ഞിട്ടുണ്ട്, അത് വേണ്ടത് ചെയ്തോളാൻ പറയും. ആ സ്കൂൾ മുതലേ അവരങ്ങനെ ഒരു നേച്ചറുണ്ട്, ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത അവർ പാലിച്ചു പോയി എവിടെ ചെന്നാലും. നമ്മളീ കാണുന്ന ആയുധ കച്ചവടമൊക്കെ അതൊക്കെ ഹയർ ലെവൽ, നമ്മളൊരു സാധാരണക്കാരൻ ലെവലിൽ ചിന്തിച്ചാൽ മതി. അല്ലാണ്ടൊരു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇതാണ് ബുഷ, മേൽക്കോയ്മ, അതൊക്കെ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മൾ അമേരിക്കയിൽ ഞാൻ കണ്ടത് എന്നിൽ അവരർപ്പിച്ച വിശ്വാസം, അത് ഞാനെങ്ങനെ തിരിച്ചു കൊടുക്കുന്നു. വളരെ സ്തുത്യർഹമായിട്ട് സേവനം ചെയ്തു. പലയിടത്ത് പോയി, ഇറാഖിൽ പോകുന്നു. അവിടെയെല്ലാം ഞാൻ പല പരിപാടി, അവിടെ ഞായറാഴ്ച വിശുദ്ധ കുർബാന വിതരണം ചെയ്യാൻ ചാപ്ലിൻ്റെ കൂടെ പോകുന്നു. പോകേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുന്നു. തടങ്കൽ പാളയത്തിലുള്ള തീവ്രവാദികളോട് നമ്മൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നു. അപ്പോൾ അവർക്ക് നമ്മളോട്, അപ്പോൾ അവർ നോക്കുമ്പം ഞമ്മൻ്റെ ആളായി. അമേരിക്കൻ പട്ടാളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആളാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും അറബികളോട് നമ്മൾ കൂട്ടാണ്. കോൺട്രാക്റ്റിനൊക്കെ ഇറാനിൽ നിന്ന് പോലും നമ്മൾ ടാർ മേടിച്ചിട്ടുണ്ട്. ഇറാൻ അമേരിക്കയുടെ ശത്രുവാണ്. പക്ഷേ ഞാൻ ഇറാനികളോടാണ് ടാർ മേടിക്കാനായിട്ട് കോൺട്രാക്റ്റിൽ അവരെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ എന്നാ പ്രശ്നത്തിലുണ്ടെങ്കിലും ആലഞ്ചേരിക്ക് ഒരു ഉത്തരവുണ്ട്. അതൊക്കെ ദൈവം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. മെൽബിൻ അതിലും എടുക്കണം, ആൾക്കാരെ സമന്വയിപ്പിക്കുക. അപ്പോൾ അത് ഞാൻ വിൻസെൻറ്റിൽ പഠിച്ചതിൻ്റെ, പാലാ വിൻസെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചവരൊക്കെ മിടുക്കന്മാരായിട്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം അവിടുത്തെയുള്ള ഒത്തിരി ഇന്ത്യക്കാർ പണിയാൻ പറഞ്ഞു, പഞ്ചാബിൽ നിന്നൊക്കെ. അവർക്ക് നമുക്ക് ഇച്ചിരി മെഡിസിൻ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കാനും, അവർക്കൊക്കെ ഇച്ചിരി ഞങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെ. അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് പാക്കറ്റുകൾ വരും, കെയർ പാക്കേജസ്, അതൊക്കെ കൊണ്ട് കൊടുക്കുക. ആൾക്കാരുമായിട്ട് സ്നേഹത്തിൽ എന്നാ ചേട്ടാന്നൊക്കെ നമ്മൾ വിളിക്കുകയല്ലേ നാട്ടിൽ കൂടെ വന്നു പോകുമ്പോൾ, ആ ഒരു രീതിയാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ നമുക്ക് നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ കാണും എന്നുള്ളൊരു അത് ഉണ്ടാവും. അങ്ങനെയാണ്. അല്ലെങ്കിൽ 30 വർഷം പഠിച്ച് എൻ്റെ കൂടെ 80 പേര് പഠിച്ചു. മെൽവിൻ മാത്രമല്ല നമ്മളെ കരുതലോടെ എപ്പോഴും എല്ലാ തവണ വരുമ്പോഴും താങ്കളോട് പറയുന്നില്ല. അത് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്ന റിലേഷൻ പോലെ.
അപ്പോൾ എനിക്ക് പട്ടാളത്തിൽ വീണ്ടും ഞാൻ ജയിലിൽ കറക്ഷൻസ് എന്നാണ് അവിടെ പറയുന്നത്, ജയിലിൽ ജോലി ചെയ്തിട്ടുണ്ട്. മിലിറ്ററിയുടെ കറക്ഷൻസ്, മിലിറ്ററി തെറ്റ് ചെയ്യുന്നവരുടെ കറക്ഷൻസ് ജോലി ചെയ്തു. അവിടെ ഈ 6 അടി 8 അടി പൊക്കമുള്ള വലിയ ആഫ്രിക്കൻ അമേരിക്കൻസാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ അവരുണ്ടല്ലോ ചുരുണ്ട് മടങ്ങി പട്ടിയെ പോലെ നമ്മുടെ കാൽക്കൽ വരും. അത്രയ്ക്ക് പാവ ഹൃദയം. അവരാണ് നമ്മളോട് ഈ സർവ്വ അടവും പറഞ്ഞു തരുന്നവരാണ്. അവർക്കറിയാം എവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം ഒരു സംഭവം കിട്ടുന്നുണ്ട്, എടാ ഇന്നടത്തൊരു സാധനം കിട്ടുന്നു, നീ ചെല്ല, അത് പറഞ്ഞു തരുന്ന അവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കാണെങ്കിൽ നമുക്ക് അവർ പറയുന്നത് നമ്മൾ ടീംസാണെന്ന് അവർ പറയുന്നത്. നമുക്ക് ഇച്ചിരി ഭംഗിയ ശരീരമല്ലേ നമ്മുടെ, അപ്പോൾ നമ്മളോട് അവർക്ക് ഇച്ചിരി കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ഞാൻ ഷോപ്പിംഗ് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകണം. ഞാൻ പറഞ്ഞ കമാൻഡർ ഐ വിൽ ടേക്ക് ദം. ഞാൻ അവരെ കൊണ്ടുപോകുന്നു. അവർക്കൊരു തടവുള്ളികളെ കൊണ്ടുപോകണം. അവർ വലിയ ചങ്ങലയൊക്കെ ഇട്ടാവാൻ തടവുള്ളി പറഞ്ഞ് ചെയ്ത് എന്നായിരിക്കും അറിയോ, റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റിന് വിരുദ്ധമായിട്ട് അവൻ ചിലപ്പോൾ ഒന്ന് കാഞ്ചി വലിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ആരെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഹൈദരാലി എൻ്റെ കമാൻഡറാണെങ്കിൽ ഞാൻ റോളിങ് ദ ഐസ് എന്ന് പറയും. ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാ, ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല, സ്റ്റാൻഡർഡൈസ് നിന്നാണ് സംസാരിക്കാൻ, അതിന് പോലും അകത്ത് പോകും. അതുമുതൽ ഈ ചൈൽഡ് പോണോഗ്രഫി, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇരിക്കുകയായിരിക്കും ജോലി ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് വരുമോ എന്തെങ്കിലും തോന്നുമ്പോൾ ഈ അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ അങ്ങനെ ഒരു വലിയൊരു 3 ഫുൾ ബേർഡ് കേണലിനെ എനിക്കറിയായിരുന്നു. പുള്ളി അത്രയും പദവിയിലിരുന്നപ്പം ഒരു ദിവസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സർജൻ എന്തുവാ, പുള്ളി ഈ ഒരു ചൈൽഡ് പോണോഗ്രഫി കാണാനിടയായി. അത് തെളിവല്ലേ, ഗവൺമെൻറ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അത് കാണാമെന്ന് നമുക്ക് മ്ലേച്ഛതയായിട്ട് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലഷറായിരുന്നു. പണി കിട്ടി. 10-25 വർഷം ജോലി ചെയ്ത് സർവീസ് 0 ആക്കി പുള്ളി നേരെ തടവിലോട്ടിട്ട് 20 കൊല്ലത്തിന്. ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയൊരു മണ്ടത്തരം. പക്ഷെ അവരോടൊക്കെ എനിക്ക് സഹാനുഭൂതിയായിരുന്നു. കാരണം നമ്മൾ ഈ തടവുകാരെന്ന് പറയുന്നത് നമുക്കും അക്കരെ ഇരുന്നായിരിക്കും. നമ്മൾ ലോകത്തിൽ തെറ്റിയാത്തൊരാരാളുള്ള ഈശോ പറഞ്ഞ പോലെ നമ്മളെല്ലാം പാവം ചെയ്തിട്ടുണ്ട്. പക്ഷേ പിടിക്കപ്പെട്ടവർ വളരെ ചുരുക്കുക. അതിൽപ്പെട്ടവനല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അവരോടൊക്കെ കനിവ് കാണിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ ആ ഒരു ഇത് മനസ്സിലായി, അവരെൻ്റെ കൂടെ നടന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു എസ്കോട്ടും വേണ്ട. ഞാൻ പറഞ്ഞു, എടാ നമ്മൾ പോണത് ഇന്നടുത്താണ്, സാധനം മേടിച്ച് തിരിച്ചു വരും, അല്ലെ എൻ്റെ വിധം മാറും എന്ന് പറയും. അപ്പം നമ്മൾ ഇച്ചിരി കനത്തി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ പവറുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ ഒതുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ആരെയും നമുക്ക് നമ്മുടെ വാക്ചാതുര്യത്തിലും നമ്മുടെ പ്രവർത്തന രീതിയോടും നമ്മുടെ കണ്ണുകൊണ്ടൊക്കെ നമുക്ക് മയക്കെടുക്കാം. അപ്പം നമ്മൾ ചോദ്യം ചെയ്യാനുള്ള, ഞാൻ ചോദ്യം ചെയ്യൽ സങ്കേതത്തിലുമായിരുന്നു. അപ്പോൾ ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ അവിടെയും ഇപ്പോൾ സദാം ഹുസൈനൊക്കെ പരിചരിച്ച പട്ടാളക്കാർ പറയും, പുള്ളിയുടെ ബനിയനൊക്കെ അലക്കി തേച്ച് അവിടെ ഇട്ട്, ഇങ്ങനെ അലക്കി തേച്ചെന്നല്ല, പിഴിഞ്ഞിട്ട് ഉണക്കി, സാധാരണ മനുഷ്യൻ. അപ്പോൾ അവരോട് സംസാരിക്കാനായിട്ടുള്ള മനസ്സുള്ള പട്ടാളക്കാരാണ് പുള്ളിയെ മെരുക്കിയതും. തടവിലായിരുന്ന കാലത്ത് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ച നല്ല പട്ടാളക്കാരുണ്ട് സദാമുമായിട്ടും. അല്ലെങ്കിൽ ഇപ്പം കെമിക്കലാലിയെ ഞാൻ ഉടുപ്പ് കൊടുത്തൊരു അവരെ ഇൻ പ്രോസസ്സ് ചെയ്തു, കരുണയുടെ വർത്തമാനം പറയുക അല്ലേ, അവർ വന്നു, അവരെ പ്രോസസ്സ് ചെയ്യുന്നു, പോകുന്നു, അവർ ചെയ്ത് എന്തായിക്കൊള്ളട്ടെ. കാണുന്ന അവസ്ഥയിൽ ഹൈദരാലിയെ ഞാൻ റെസ്പെക്ട് ചെയ്തു. അത് മതി നമ്മൾ മനുഷ്യ പരസ്പര ബന്ധങ്ങളിൽ. ഞാൻ അവിടുത്തെ ഹോളിവുഡിൽ അഭിനയിച്ചപ്പോൾ പെട്ടെന്ന് ചാടി ഹോളിവുഡിലേക്ക് പോകുമ്പോൾ പ്രീമിയറുണ്ട്. പ്രീമിയറിന് ഇപ്പം മമ്മൂക്കയും മോഹൻലാൽ സാറും ഒക്കെ ഇരിക്കുന്ന ഒപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടും. ഞാൻ അവിടുത്തെ യൂണിയൻ ആക്ടറാണ്, സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡിൻ്റെ ഹോളിവുഡിലെ യൂണിയൻ ആക്ടറാണ്. കിട്ടുമ്പം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു പുള്ളിയുടെ അവിടുത്തെ എ ലിസ്റ്റ് ആക്ടറിൻ്റെ അടുത്തായിരിക്കും. പുള്ളിക്കൊരു ജാടയില്ല, ഇവിടെ ജാട ഉണ്ടെന്നല്ല, അവിടെ അങ്ങനത്തെ വലിയ ഉയർച്ച താഴ്ച വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെരുമാറ്റാൻ പറ്റും. ഞാൻ വരുന്നത് ഈ സന്തോഷ് കുളങ്ങരയിൽ ലാൽജോസ് ഓടിച്ച ആ ഹോണ്ടയിലാണ്, ബാക്കിയുള്ളവർ വല്ല പ്ലിമത്ത് റോൾസ് റോയ്സിലൊക്കെ ആയിരിക്കും വരുന്നത്. ഞാനൊരു കൂസിലില്ല. അപ്പോൾ അവർ ചോദിക്കും, ഊബറുകാരനാണ്, നല്ല ഊബറുകാരനല്ല, ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത്, ഞാൻ തന്നെ പോകുന്നു. ഞാൻ പറഞ്ഞു, നമ്മളങ്ങോട്ട് കാറുമായിട്ട് ചെല്ലുമ്പം അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ വരുന്നയാൾ ഏതോ ആളെ കൊണ്ട് പുറകിൽ നിന്ന് ഇരുത്തിക്കൊണ്ട് വരും, അങ്ങനെയുള്ള ടാക്സി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അതിനൊക്കെ പോകുമ്പോഴും എനിക്കങ്ങനെ ഈ ഇന്നത് കാണിച്ചിട്ട് എന്നോട് പറയടാ, സെറ്റിലൊക്കെ പോകുമ്പോൾ നീ ഒരു ഔഡിയൊക്കെ എടുത്ത് പോകണം കേട്ടോ, ഈ ഊബറിലൊന്നും പോകില്ല, നിനക്ക് വില വയ്ക്കത്തില്ല. ഞാനിവിടെ പടം പിടിച്ചപ്പോഴും ഞാൻ ഒരു സാധാരണ വണ്ടിയിലാണ് പോയത്. കാരണം അതൊക്കെ ഈ സെമിനാരിയിൽ നിന്ന് കിട്ടുന്ന, നമുക്ക് ഈ ഇച്ചിരി എളിമപ്പെടാനും അതുപോലെ തന്നെ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ വിദ്യകൾ നമ്മൾ അഭ്യസിച്ചിട്ട് അത് നമ്മളിലേക്ക് ആവഹിച്ച് നമ്മളത് പുറത്തെടുക്കുകയാണ്. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു കാര്യം. ഈ തടവുകളിലെങ്കിലും പോയി പിന്നെ തിരിച്ചവർ വന്നോ? അവരെ തിരിച്ചെത്തിച്ചില്ലേ? തിരിച്ചെത്തിച്ചു. അത് ചുമ്മാ കടയിൽ സാധനം മേടിക്കാൻ പോകുന്നു, തിരിച്ചെത്തിച്ചു. പലചരക്കടെ പോകുന്നു, സാധനം എടുത്ത് വണ്ടി ഇടറാ വാ. നമ്മൾ അവരിൽ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവർ നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യും. കാരണം അമ്മമാരെയൊക്കെ ഞാൻ നേരത്തെ വിടാനും ഞാൻ റെക്കമെൻഡേഷൻ എഴുതി കൊടുക്കും. നല്ല നടത്തിപ്പിന് അവന് വെട്ടിക്കുറയ്ക്കാൻ പറയും. എത്ര നാള് സൈന്യത്തിലുണ്ടായിരുന്നു? ഞാൻ 8-12 വർഷം. 12 വർഷം 8 ആക്റ്റീവ് ഡ്യൂട്ടി, പിന്നെ ഇച്ചിരി
ഈ കോൺട്രാക്ട് വർക്കായിട്ടും റിസർവായിട്ടും. അവിടെ റിസർവ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, സ്റ്റെപ്പിനിക്ക് ആളെ നിർത്തുക. ഈ 12 വർഷം സൈന്യത്തിൽ നിന്ന് താങ്കൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ ഒരു വനിത. അതെ അതെ, ഈ സൈന്യത്തിൽ തന്നെ. ഒന്നല്ല, പലരും പലതും പറയും. പക്ഷെ നമ്മൾ ഇത് വളരെ സമാധമായ കേസാണ്, പ്രമാദമായ കേസ്, സോറി, വലിയ പ്രമാദമായ കേസായി സൈന്യത്തിൽ. അയ്യോ, അത് ഞാൻ തിന്നാൻ 20 വർഷം ഗോതമ്പുണ്ട്, അമേരിക്കൻ ഗോതമ്പുണ്ട് തിന്നാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അത് ഇതുപോലെ ആർമർ പണിക്ക് വരികയില്ല, എല്ലായിടത്തും ഉണ്ടല്ലോ കുരുട്ട് ബുദ്ധി മടിച്ച്. അപ്പോൾ അവൾക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിന്നൊക്കെ ഞാൻ ഫുൾ ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നു, ഓവർ ടൈം കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്നാ കുറച്ച് എവിടുത്തെ കാര്യമായിരുന്നു? അവിടുത്തെ അവിടെ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാണല്ലോ വെള്ള കർമ്മിയൊന്നുമില്ല, നമ്മൾ ഏത് റാങ്കിലാണോ നമ്മൾ നിൽക്കുന്നതനുസരിച്ച് എന്നിട്ട് ആ പരാതി വലിയ കേസായി. അവർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു. അപ്പം നമ്മളെ മാറ്റി നിർത്തിയിട്ടാണ് അന്വേഷണം നടക്കുന്നത്? അല്ല, അവിടെ ദൈവം സഹായിച്ചു. സാധാരണ ഒപ്പം രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിക്കാരി വേണം മാറ്റിക്കുക, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാനെന്തിനാ പോണേ, ഞാനെന്തെങ്കിലും കാണിച്ചാൽ പോയാൽ പോരെ. അപ്പോൾ എൻ്റെ പിന്നെ തെളിവുകൾ ഇവർ വരുമ്പോൾ ഇവള് സൈൻ ഇൻ ചെയ്ത് പിന്നെ ടൈമിങ്ങും നമ്മൾ പണിയെടുക്കാത്തതിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷെ പറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 വർഷം കൊണ്ട് ഈ 6 വരെ എത്തി. സാറിന് അതൊരു 10-12 വർഷം കഴിയുമ്പോഴാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. വെടിച്ചിൽ പോലെ നമ്മൾ കയറി കാരണം അവിടെ ഒന്നും ചെയ്യണ്ട. ബീയിങ് ഇൻ ദ റൈറ്റ് യൂണിഫോം വിത്ത് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ റൈറ്റ് പ്ലേസ്, നേരത്തിന് വരിക, സമയത്തായിരിക്കുക, അത് മതി. ബാക്കിയുള്ളവന്മാരൊക്കെ രാത്രി കള്ളും കുടിച്ച് ബാറിൽ ചെന്ന് ഇടിയുണ്ടാക്കി അവൻ്റെ വെടി തീർന്നു. ഈ ഇവന്മാരെ പെറുക്കാൻ ഞാൻ പോകാറുണ്ട്. രാത്രിയാകുമ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോയി ഈ ബാറിൽ കുടിച്ച് കിടക്കുന്നവന്മാരെ ടിക്കറ്റ് കിട്ടുമല്ലോ അവിടെ, കിട്ടാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചേ കൊണ്ടുവരും. അപ്പം നമ്മളിങ്ങനെ കുറേ ആത്മാക്കളെ രക്ഷിച്ച് നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ അണികളുണ്ടായിരുന്നു. ഈ കേസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസ് ഓപ്പൺ കോർട്ടിൽ വെച്ചോളാൻ പറഞ്ഞു. കമാൻഡർ പറഞ്ഞു, എടാ നീ മണ്ടത്തര കാണിക്കുന്നത്, ആരും നിനക്ക്. ഞാൻ പറഞ്ഞു എനിക്കെതിരെ അങ്ങ് ഇറാഖിൽ നിന്ന് വരെ ആൾക്കാർ വന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറാഖി ഡിപ്ലോയ്മെൻ്റ് ഉള്ള ഞാനന്ന് ജോലി ചെയ്ത പെണ്ണുങ്ങളൊക്കെ എനിക്ക് വേണ്ടി പറഞ്ഞു, ഇവൻ്റെ കൂടെ ഞങ്ങൾ ടവറെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയായിരുന്നു രാത്രികൾ യാത്ര ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ഭാഗത്തു നിന്നൊരു നോട്ടമോ ഒന്നും ഉണ്ടായിട്ടില്ല, ആൾ നീറ്റാ. അന്ന് പറഞ്ഞ് ഒന്നിനെതിരെ 10-50 പേര് മൊഴികൾ, അതും വലിയ വലിയ കമാൻഡേഴ്സ് മുതൽ അച്ഛന്മാർ, അപ്പം എല്ലാം അമേരിക്കൻ പട്ടാളത്തിലുള്ളവർ. എന്തുവേണ്ടി കമാൻഡർ പറഞ്ഞു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഒന്നുമില്ല, ഇദ്ദേഹത്തിനെതിരെ ഇത്രയും ആൾക്കാർ ഘോരം പ്രസംഗിക്കുന്നു, ഐ എം സോറി എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ കമാൻഡറിനോട് ഒന്ന് പറഞ്ഞു, ഈ കമാൻഡർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പണികൾ കിട്ടും അല്ലേ. നമ്മൾ ഈ കേക്കട ഫിലോസഫി എന്ന് പറയും, ഞണ്ടുകൾ വലിച്ച് താഴെ ഇടുന്നത് കണ്ടിട്ടില്ലേ, കയറി പോകുന്നത് വലിച്ച് താഴെ ഇടും. ആ കരുത്തുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പോകാമല്ലോ, അല്ല അതിനുമ്പോഴേ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അവളെ വെറുതെ വിട്ടു, നമ്മൾ കുറ്റക്കാരനെല്ലാം വെറുതെ വിട്ടു. ജീവനക്കാരി പിന്നീട് ജോലിയിലുണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോട്ടി ഉണ്ടായിരിക്കാം അവരിപ്പം. അല്ല അവർ വേറെ സ്ഥലം മാറ്റിയല്ലോ, സ്ഥലം മാറ്റി. അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത നാണക്കേടായി പോയി. കാരണം ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് എന്റെ സവിശേഷത. ഈ ഇപ്പോഴും സിറ്റിസൺ, അമേരിക്കൻ സിറ്റിസൺ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വിസ എടുത്തല്ലോ വരുന്നത്, സന്ദർശിക്കാൻ. അതിന്റെ ഇടയ്ക്ക് വിവാഹം ചെയ്ത മദാമയുമായിട്ട് പിന്നീട് കണ്ടുമുട്ടിയ സാഹചര്യം ഉണ്ടായല്ലോ, അതെങ്ങനെയായിരുന്നു ഓർത്തെടുക്കുന്നത്? മകന് 24 വയസ്സുണ്ട്, ഗ്രാജുവേഷൻ 23 വയസ്സ്. അവൻ കോളേജിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആകുമ്പോൾ നമ്മൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ പോകും. അവിടെ അതാണ് മദേഴ്സ് ഡേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ അല്ലായിരുന്നു, എല്ലാ മക്കളും അമ്മയെ കാണുന്ന ദിവസം, താങ്ക്സ് ഗിവിംഗ് ഡേ, ഈ ടർക്കി പുഴുങ്ങിയിട്ട് മുറിക്കുന്ന ഒരു ദിവസം, പിന്നെ ക്രിസ്മസ്. അപ്പം ഗ്രാജുവേഷൻ ഡേ, ഇതൊക്കെയാണ് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് വരുന്നത് അവിടുത്തെ ഒരു ട്രഡീഷണൽ കൾച്ചർ അനുസരിച്ച്. അപ്പോൾ ഞാൻ പോയിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, വളരെ സ്നേഹത്തോടെ ഊഷ്മളമായൊരു റിലേഷൻസ് കീപ്പ് ചെയ്യുന്നു. അതല്ല, നിങ്ങൾ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായ പിരിയുന്ന ഈ ഭാര്യയുടെ ആദ്യ ഭർത്താവ് വന്ന് റൂമിൽ കാണും, അങ്ങനെ എന്തോ ചെയ്യും, അതുണ്ടായി. അങ്ങനെ ഒരു ചതിക്കപ്പെട്ടുന്ന അത് നോക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വലിയൊരു പ്രശ്നക്കാരി. ഞാനോ പ്രശ്നക്കാരനാ, പക്ഷേ ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അത് മാത്രമല്ല കാരണം, അത് വൺ ഓഫ് ദ റീസൺസ്. ഞാനെപ്പോഴും ഒരാൾക്കൊരു പണി കൊടുക്കുമ്പം അത് ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുത്തിട്ടാണ്. പുള്ളിക്കാരത്തി ഞാൻ താമസിച്ച ഫോർട്ട് ലൂയിസ് എന്ന ഒരു ബേസിൽ കഞ്ചാവ് വലിച്ചുകൊണ്ട് പോലീസ് പിടിച്ചു പുള്ളിക്കാർ. അന്ന് കൈക്കുഞ്ഞായ ഇവൻ ബാക്ക് സീറ്റിലിരിക്കുക. അത് പോലീസ് എന്നോട് പറഞ്ഞു ഈ പുള്ളിക്കാരത്തിക്ക് ഈ ബേസിൽ നിൽക്കാൻ പറ്റത്തില്ല, കാരണം വീട് ബേസിൽ പിടിക്കാൻ പറ്റത്തില്ല. വലിക്കുന്നവരുണ്ടാവാം, ബട്ട് ആ പുള്ളിക്കാരത്തി അത് തൊണ്ടി സഹിതം പിടിക്കുന്നു. പുള്ളിക്കാരത്തി എൻ്റെ കാറാണ്, ആ കാറുമായിട്ട് പുള്ളിക്കാരത്തി പാലായനിച്ച്. അതായിരുന്നു ലാസ്റ്റ്. ഞാനെപ്പോഴും ക്ഷമിച്ചിട്ടുണ്ട് അവനെ മാവദീസ മുക്കാനൊക്കെ നമ്മളെല്ലാം. ഞാൻ പറയുന്നത് ഞാൻ ഒരാൾക്ക് ചാൻസുകൾ വീണ്ടും വീണ്ടും കൊടുത്തു. പുള്ളിക്കാരത്തി ആ കേസോടുകൂടി മിലിറ്ററി ഇടപെട്ടു. മിലിറ്ററി പറഞ്ഞു വി കാൺ ഹാവ് യു വർക്ക് ആസ് എ സോൾജിയർ വിത്ത് ഹർ, കാരണം
ഒരു ക്രിമിനൽ മൈൻഡുള്ളൊരു ഇതാണ്. കാരണം അവർക്കറിയാമായിരുന്നു, ഒരു അമേരിക്കാരുത്തിയല്ലേ, ബേസിൽ വീട് മേടിച്ചുകൊണ്ട് വരരുതെന്നും അത് കൊച്ചിനും ഹാനികരമാണ്. ചില്ല് താത്തയാണ് അവൾ വലിച്ചുകൊണ്ടിരുന്നത്, ചില്ല് താത്താതെയാണ് വലിച്ചുകൊണ്ടിരുന്നത്. സോ അതൊക്കെ ഡോക്യുമെൻ്റ്, അവിടെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യും. അത് പുള്ളിക്കാരത്തേക്ക് വിനയായി. എങ്കിലും നമ്മൾ ചൈൽഡ് സപ്പോർട്ടൊക്കെ കൊടുത്ത്, പക്ഷെ നമ്മളെപ്പോഴും സൗഹൃദത്തിലാണ് ഞാൻ പറയാറ്. എനിക്ക് ആരോടും അങ്ങനെ ഒരു. അതിൽ എത്ര കുട്ടികൾ? ഒരാൾ. മറ്റേ 3 കുട്ടികൾ ആദ്യത്തെ ഭർത്താവിലുള്ളതാണ്. അതെ, അത് അവരുടെ പാടായി. നമുക്ക് അതൊന്നും അല്ല, അങ്ങനെയല്ല അതിന്റെ കഥ. ആയിരുന്നു. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്? പുള്ളിക്കാരത്തി അവിടെ തന്നെ, ഞാൻ കണ്ട ആ സ്ഥലത്ത് തന്നെ. അവരൊന്നും ആ നാട് വിട്ട് പോകാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞായിരുന്നു അവർ നേഴ്സാണ്, അവർക്ക് സുഖമായിട്ട് ട്രാവൽ നേഴ്സ് ആവാം, കൂടെ വരാമെന്ന്. പക്ഷെ പുള്ളിക്കാരത്തി വന്നു കഴിയുമ്പം അതാണ് ഈ നമ്മൾ മലയാളികളെ പോലെ ഇത്രയും ചേക്കേറാൻ അഗ്രഗണ്യരായി വേറെ മനുഷ്യരില്ല. ഞാനൊക്കെ എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആയെന്ന് ആലോചിക്കുക. പക്ഷെ ഇപ്പോഴും ഞാൻ ഇത്രയും നന്നായിട്ട് മലയാളം പറയുന്നില്ലേ. എൻ്റെ ഒപ്പം അഡാപ്റ്റ് ചെയ്ത മലയാളികളൊന്നും ഇത്രയും വാചാലമാകുന്നുണ്ടോ? ഞാൻ മലയാളം മാത്രമേ പഠിച്ചുള്ളൂ. എല്ലാവരും മലയാളം മാത്രമേ മലയാളത്തിൽ പഠിക്കുന്നത്. നമ്മുടെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത്. ഇവിടുത്തെ പട്ടണക്കാട് പബ്ലിക് സ്കൂളിൽ ഞാൻ പഠിച്ചത്. അന്ന് ICSE സിലബസ് ഉള്ള സ്കൂളാണ്. 3ാം ക്ലാസ് ഹിന്ദിയുണ്ട്. ഞാൻ പറയുന്നത് എന്നാലും നമ്മളെ ഈ നാടിനോടും നമ്മുടെ വീട്ടുകാരോടൊക്കെ എപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാമല്ലോ. അതർവൈസ് മലയാളത്തിൽ നമ്മൾ ഇത്രയും പിടിച്ചു നിൽക്കുന്നുണ്ട്. അഭിനയമായിരുന്നു പ്രാന്ത്. അഭിനയം ഒരു വീക്ക്നെസ് ആയിരുന്നു. അത് ഈ ഒരു മൂട്ട കടിക്കുന്ന പോലെയാണ്, ബഗ് ബൈറ്റാണ്. അഭിനയത്തിൻ്റെ മൂട്ട കടി കിട്ടിയതുകൊണ്ടാണ് എപ്പോഴും ഒരു വലിയ മൈസൂർ ടെക്നിക്ക് ഒക്കെ പഠിച്ചെങ്കിലും മെത്തഡ് ആക്ടിംഗ് ഒക്കെ അറിയാമെങ്കിലും വലിയ സംഭവമൊന്നും പ്രകടമാക്കാൻ പറ്റിയില്ലെങ്കിലും അബ്രവാളികളിലൊക്കെ വെള്ളിത്തിരയിലൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എപ്പോഴും ചോദിക്കും വരുമ്പം, എടാ പടം വല്ലതും നടക്കുന്നുണ്ടോ, നടക്കുമോ? മെൽവിനാകുമ്പോൾ അവന് കണക്ഷൻസ് ഉണ്ടല്ലോ, അവനോട് ചോദിക്കാറുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ കുറെ അവിടെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഹോളിവുഡിൽ ഞാൻ ഒത്തിരി പടങ്ങൾ ഇൻഡിപെൻഡന്റ് മൂവീസ്. ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഇൻഡിപെൻഡന്റ് മൂവികളുണ്ടല്ലോ, വലിയ പ്രമുഖരായ ഇപ്പം ജോഷി സാറോ പത്മകുമാറോ വലിയ ആൾക്കാരില്ലാത്ത ഇടംതരം ആൾക്കാർക്ക് നമുക്ക് പടം പിടിക്കാമല്ലോ. അങ്ങനെ അവിടെ കുറെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പടങ്ങൾ പെൺവേഷം വരെ കിട്ടി അഭിനയിച്ചിട്ടുണ്ട്. പെൺവേഷം കിട്ടി, അതായത് ക്രോസ് ഡ്രസ്ഡ് ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ചു. ആ ഉടനീളം ഇതിൽ ഏത് വേഷവും ചെയ്യും. നമ്മളിപ്പം ദിലീപേട്ടൻ ചെയ്തിട്ടില്ലേ, അങ്ങനെ അവിടെ കുറെ അഭിനയിച്ചു. പിന്നീട് ഒരു സിനിമ നിർമ്മിക്കുന്നു അല്ലേ, അതിന് 10-34 അവാർഡ് കിട്ടുന്നു. വളരെ ശ്വേതാമേനൻ അഭിനയിക്കുന്നു. ശ്വേതാമേനൻ ആണായിട്ട് അഭിനയിച്ചതിന് റോഷന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മേക്കപ്പിന്. ഇപ്പൊ എത്തി നിൽക്കുന്ന പേര് നവൽ എന്ന ജ്വൽ, നവൽ ദ ജ്വൽ. ഇംഗ്ലീഷിലും ഇറക്കിയിരുന്നു. ഇംഗ്ലീഷിലാണ് എന്തിനു പറയണം, നോർത്ത് കൊറിയ വരെ വിളിച്ച് അവാർഡ് തന്ന പടമാണ്. മലയാളത്തിൽ വേറെ പടത്തിൽ പൈസ ഒത്തിരി പോയി അല്ലേ? പൈസ വരും പോവും. ഒരു കരുതി വെച്ചിരുന്ന എല്ലാം പോയി ആ സിനിമ എടുത്തോണ്ട് നമ്മുടെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. നെക്കറെല്ലാം കയറി. അത് കഴിഞ്ഞ് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഭ്രമം മനസ്സിലുണ്ട്. ഹോളിവുഡിലൊക്കെ ഓഡീഷനുണ്ട്. ഓഡീഷൻ അതുപോലെ ബ്രാഡ് പിറ്റ് ആയാലും ടോം ക്രൂസ് ആണെങ്കിലും വീക്കെൻഡ് ആകുമ്പോൾ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിന് പോകും. നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നമ്മുടെ ആക്ടിങ് മസിൽ മെമ്മറിയെ തേച്ച് മിനുക്കി, നമുക്കറിയില്ല പുള്ളി ഇപ്പോഴും തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എവറി ആക്ടർ ഗോസ് ഫോർ ആക്ടിങ് വർക്ക്ഷോപ്പ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ തിളപ്പ് എന്ന ഷൈൻ ടോൺ ചാക്കോ, അതെ, അത് അവിര റബേക്കയുടെ, അതിന് ഞങ്ങൾക്ക് 3 ദിവസത്തെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഹിമാശങ്കറായിരുന്നു അതിൻ്റെ ആക്ടിങ് വർക്ക്ഷോപ്പ് നയിച്ചത്. വളരെ നന്നായിട്ട് പേഴ്സണലായിട്ട് ഡോക്ടർ കുറിക്കുന്ന പോലെ പുള്ളിക്കാരത്തി ഓരോരുത്തരുടെയും വീക്ക്നെസ് കണ്ട് അതിനെ മോടി പിടിപ്പിച്ച് തയ്യാറെടുപ്പിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി പൈസ കളഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അത് നമ്മൾ അതൊരു വീക്ക്നെസ് ആകുമ്പം സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും പറഞ്ഞ ആളുകൾ പൈസ മേടിച്ചിട്ടുണ്ടോ? അത് ഞാൻ പണ്ട് ഈ ഗ്രഹൺ ജാക്കി ഷ്രഫിൻ്റെ മൂവി അഭിനയിക്കാൻ ബോംബെ പോയി. പുള്ളിയുടെ ബാഗും തൂക്കി നടന്ന കുറേ കാലങ്ങൾ. പുള്ളിക്കല്ല, അതിൻ്റെ പിന്നണി പ്രവർത്തകർ കാണുമല്ലോ, आपको रोल देंगे यार, बढ़िया सा रोल देंगे, ऐसा रोल देंगे कि पूरा दुनिया जान जाएगा എന്നൊക്കെ പറയാം. അപ്പോൾ ഒന്ന് വിചാരിക്കും എല്ലാം നടക്കുമെന്ന് ഓർത്തുകൊണ്ട് പുള്ളിക്ക് കള്ള് മേടിച്ചു കൊടുക്കുന്നു, പുള്ളിയുടെ കൂടെ നടക്കുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും വെറുതെ ആയിരുന്നു മനസ്സിലാവും. അങ്ങനെ ഒത്തിരി പൈസ അങ്ങനെയും പോയിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ പോയിട്ടുണ്ടോ പൈസ? മലയാളത്തിൽ സിനിമ പിടിച്ചു പോയല്ലോ, അതിൽ സിനിമ പിടിച്ചും പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ടോ? അല്ലാതെ പോയിട്ടില്ലെന്ന് പറയുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെയും പോയിട്ടുണ്ട്. അല്ല സാരമില്ല, പോട്ടെ, വരുമല്ലോ. അല്ല, താങ്കൾ ഇങ്ങനെ അഭിനയ പ്രിയനാകുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി എന്തും മുടക്കും എന്ന് പറയുമ്പോൾ സിനിമ എടുത്തു, പിന്നെ അഭിനയിപ്പിക്കാന്നും പറഞ്ഞ ആളുകൾ, ഇതൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളാണ് മേടിക്കുന്നത്. അതെ അല്ലേ? അതിപ്പോൾ ഞാൻ ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകേണ്ട ആളായിരുന്നു, അപ്പം അതിനകത്ത് കിട്ടിയില്ല. പക്ഷെ അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബിഗ് ബോസിൽ നിന്ന് പോയതല്ല, നമ്മൾ എടുത്തില്ല. അതിന് യോഗ്യരായവർ, ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞ പോലെ യോഗ്യരായവരുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പൈസ വല്ല ആവശ്യപ്പെട്ടോ? ഇല്ല,
എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണോ എന്ന സംശയം മുതിർന്നു. അപ്പം അമേരിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസിൽ ജോലി ചെയ്തൊരു പൊട്ടനല്ലേ ഞാൻ. നിങ്ങള് ഭയങ്കര ആളല്ലേ, അതുകൊണ്ട് എടുക്കണേന്ന് നോക്കണം. ഒന്നുമില്ല, നമ്മള് വളരെ. ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടും. പെൻഷൻ കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് ധൈര്യമായിട്ട് പെൻഷൻ എന്ന് വെച്ചാൽ വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ. അമേരിക്കൻ പെൻഷനൊക്കെ വലിയ എമൗണ്ട് ആയി. ഇവിടെ കിട്ടുന്ന പോലെ ലോകത്തിലെ ഒരു പട്ടാളക്കാരനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ സമ്പാദ്യമൊന്നും. കോട്ടയുണ്ടോ? ഇവിടെ കോട്ട കിട്ടോ? ഇല്ലല്ലോ. കോട്ട ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുപ്പി കൊണ്ടുത്തരായിരുന്നു വിചാരിച്ചു. കാരണം അല്ല, ഇവിടെ പട്ടാളത്തിൽ നമ്മൾ കോട്ട ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യണം. ഞാൻ ഇവിടത്തെ കാര്യം വെച്ച് ചോദിച്ചാണ് കേട്ടോ. അവിടെ കോട്ട കിട്ടിയില്ല. ഇല്ല അല്ലേ? അതിലും നമ്മുടെ കോസ്കോ കിട്ടുമല്ലോ, നല്ല കിടിലൻ. ഇവിടത്തെ വെച്ച് ചോദിച്ചാണ്. 18 രൂപയ്ക്ക് റെഡ് ലേബിൾ കിട്ടുമല്ലോ. അടുത്ത കുറി ഞാൻ കൊണ്ടുവരാം. അടുത്ത കുറിയാട്ടെ. ഇതിനകത്ത് പറയാൻ പറ്റില്ലെങ്കിലും അതുകൊണ്ട് ധൈര്യമായിട്ട് വേണം നമുക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കാമല്ലോ. അതെ അതെ. അപ്പം കള്ളും കുപ്പിയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ പറയും, സാറ് പ്രൊഡ്യൂസ് ചെയ്യാനാ നല്ലത്, അഭിനയിക്കുന്നതിലും നല്ലത്, ഒരു നല്ല കഥ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം നമ്മളതിനെ ഉത്സാഹിപ്പിക്കുക, കഥ കേൾക്കുക. നല്ലതാണെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കൻ അച്ചായനെ വിട്ടു. ഇതിപ്പോ എത്ര നാള് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകണം? ഞാൻ വന്നും പോയി നിൽക്കും ആവശ്യാനുസരണം. അങ്ങനെ ഇതൊന്നുമില്ല. അങ്ങനെ നിയമമില്ല അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ എല്ലാം നമ്മുടെ ഇഷ്ടാനുസരിച്ച്. ഞാൻ അവിടെ രാഷ്ട്രീയത്തിലുള്ള ആളാണ്. അല്ല, അതിലേക്ക് അടുത്ത് ഒരു ഇലക്ഷൻ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അമേരിക്കയിൽ. നമ്മളിനി ആ ഒരു പരിപാടിയും കൂടെ ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് രക്ഷയില്ല. അവിടെ ഈസിയാ. അവിടെ ഈസി ആൾക്കാരെ കൈ കുറെ മത്സരിച്ച് തോറ്റുപോയി. മത്സരം എങ്ങനെയാണ് അവിടുത്തെ? അവര് ഞാൻ കൊണ്ടു കൊടുക്കണ ഈ വോട്ടിംഗ് ഒക്കെ അവര് ഇനി എന്തോ തിരിമറി ഉണ്ടെന്ന് മനസ്സിലായി. തിരിമറി എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ആൾക്കാരുടെ നിന്ന് എഴുതി മേടിച്ച് ആ പേപ്പർ കൊണ്ട് കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. അവർ കൂട്ടിയപ്പം ഇവരെല്ലാവരുടെയും കൂട്ടിയിട്ട് വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി. ഞാൻ ഓരോ ഡോർ ടു ഡോർ പോയി. നമ്മളവിടെ ഇവിടെ ഈ സെയിൽസുകൾ വരികയല്ലേ, അല്ല സെയിൽസ് പീപ്പിൾ വരികയല്ലേ എന്ന് പറഞ്ഞാൽ ചെന്ന് ചിലർ തോക്കുമായിട്ടൊക്കെ വരും. അവിടെ നമുക്ക് ആരുടെയും വീട്ടിൽ ചെന്ന് മുട്ടാൻ പറ്റിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് വോട്ട് കഴിച്ചു. അവർ പറഞ്ഞു വെടിവെച്ചുകളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളെ സേവിക്കാൻ വേണ്ടി വന്നവനെ. അപ്പോൾ അവർ വിചാരിച്ചു ഓക്കെ ഇവന് കുത്തിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വോട്ട് കുത്തി. പക്ഷേ ഈ മെയ് 4-ാം തീയതി ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. അത് തോറ്റുപോയി. കാരണം ഞാൻ മത്സരിച്ചോണ്ടേ ഇരിക്കുക. ഇനി അടുത്ത വർഷം മത്സരിക്കും. പക്ഷെ ഞാൻ അവിടെ ക്യാമ്പയിൻ ചെയ്തിരുന്ന ഞാൻ ജയിച്ചാൽ ഈസിയായിട്ട് ജയിക്കാം. കാരണം അവരൊരു കാര്യമുണ്ട്, 5 പേരുടെ ഒരു ബോർഡാണെങ്കിൽ ഒരുത്തനായിരിക്കണം. ആ വരുത്തൻ ഞാനായിരിക്കണം, അത് ആലഞ്ചേരി ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണ് അമേരിക്കൻ രീതി. ഇക്വാളിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഏകത്വം, അതൊക്കെ അവർ പേപ്പറെ പാലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാക്കും. നമ്മളോടൊക്കെ അവിടെ വെള്ളത്തിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേസ് കാർ എടുത്തും കിടും. പേടിയാണ് അവിടെ ഉള്ള മനുഷ്യർക്ക്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം റെസ്പെക്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ എലക്ഷന് നേരിട്ടു. ഇവിടുത്തെ പോലെ നമ്മൾ ഇവിടെ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് വന്ന സൈന്യത്തിൽ നിന്ന് വരുന്നുണ്ടോ? ഇവരൊക്കെ നമുക്കിവിടെ വേണ്ട രീതിക്ക് പരിഗണിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പം എങ്ങനെയാണത്? ഭയങ്കര പരിഗണനയല്ലേ? ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കല്ലേ? എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും പിള്ളേർക്കും ജീവിക്കാനുള്ള വകുപ്പും അവർക്ക് പഠിക്കാനുള്ള ഫണ്ട് വരെ തരുന്ന ഈ സർക്കാരുണ്ട്. എൻ്റെ മോനെക്കുറിച്ചൊന്നും എനിക്ക് പേടിക്കണ്ട. അവർക്കൊക്കെ മിലിറ്ററി എഡ്യൂക്കേഷണൽ ഫണ്ട്സ് ഉണ്ട്, പഠിക്കാം. അതും സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ്, എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ടാക്സ് എക്സംപ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചികിത്സകളൊക്കെ ഫ്രീ ആയി. ഇപ്പം ഞാനിവിടെ ആൾട്ടർമേറ്റ് സിറ്റിയിൽ ഇന്നാൾ കിഡ്നി സ്റ്റോൺ വന്നപ്പോൾ പോയി ആ കാശ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. അവിടെ ആയിരുന്നെങ്കിൽ അത് ഫ്രീ സർവീസ് ആയിരുന്നു. വേണേൽ ഇവിടുത്തെ ബില്ല് കാണിച്ചാലും മതി. ഞാൻ പറയുന്ന അത്രയും നല്ലൊരു സർവീസ് ഓറിയൻറ്റഡ്. വേറെ വിവാഹം കഴിച്ചോ? വേറെ വിവാഹം കഴിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ വിവാഹത്തിൽ വൈഫിൻ്റെ പേര് ആൻസി, 2 മക്കളുമായിട്ട് ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അത് മലയാളിയാണ്? മലയാളിയാണ്. ഇവിടെ നിന്ന് കല്യാണം കഴിച്ചത്? ഇവിടെ തന്നെയാണ് താമസം? ഇവിടെ തന്നെയാണ്. അല്ല, ഇവിടെയല്ല താമസം. ഞങ്ങൾ ഹ്യൂസ്റ്റണിലാണ്. അവധിക്ക് വന്നിരിക്കുന്നു. അവിടെ തന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ വന്നിരിക്കുന്നു. അവിടെ തന്നെയാണ് അല്ലേ? സിനിമയിൽ അവസരം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരും, അഭിനയിക്കും, പോവും. പൈസയും മുടക്കും അല്ലേ? ഞാൻ തന്നെ എടുത്തോളാം. എന്തിനാ വെറുതെ ഒരു പ്രൊഡ്യൂസറെ വിഷമിപ്പിക്കുന്ന? ആ പ്രൊഡ്യൂസറിന്റെ വിഷമം എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞിട്ട് പറയാം. അല്ല, ഇനി അഭിനയിക്കാൻ ഇപ്പം ആരെങ്കിലും പറയണ്ട. എന്നാൽ ഒരാളുണ്ടല്ലോ ഇങ്ങനെ തരണ്ട. ഹൈദരാബാദിലെ ഇന്റർവ്യൂ പറഞ്ഞല്ലോ, പൈസ ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് ഇച്ചിരി ടൈറ്റുണ്ട്, ഒരു പാട്ടൊക്കെ കയറ്റിക്കണം, ഒരു 2 ലക്ഷം രൂപ താന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്രതിജ്ഞ എടുത്തു, കാശ് കൊടുത്ത് ഇനി അഭിനയിക്കുക. നല്ല തീരുമാനം. അങ്ങനെ വേണം തീരുമാനം. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്ത് അഭിനയിച്ചാൽ പോരെ? അതെ. അതുകൊണ്ട് അതാണ് തീരുമാനം. ആ തീരുമാനം പറയാനായിട്ട് പ്രാപ്തനായി. ഞാൻ എല്ലാവരോടും യെസ് പറയും. അപ്പം
ആ ഒരു കാര്യത്തിൽ ഞാൻ. ഈ അമേരിക്കയിൽ വരുന്ന ഞാൻ താങ്കളുടെ ഫോട്ടോസ് പറയുമ്പം ആര് വന്നാലും താങ്കളോടൊപ്പം ഫോട്ടോ എടുക്കുന്ന നമ്മുടെ മലയാളി നടന്മാർ വന്നാലും എല്ലാം നിങ്ങളുമായിട്ട് കണക്ഷൻ ആണല്ലോ അവിടെ. അത് നമ്മളിപ്പോൾ പെരിച്ചാഴി അതിന് അദ്ദേഹം അവിടെ വന്നപ്പം അതിൻ്റെ ഫുഡ് അറേഞ്ച്മെൻറ്റ്സിനും കാര്യത്തിനായിട്ടൊക്കെ നമ്മൾ കൂടെ സഹായിക്കുന്നു. അപ്പം അങ്ങനെയാണല്ലോ ഇപ്പം സന്തോഷ് കുളങ്ങരയിൽ ലാൽ ജോസും വന്നപ്പം അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വോളണ്ടിയർ ചെയ്യുന്നു. ഒരു തമിഴ് പടം വന്നപ്പോൾ ഫുൾ ലൈൻ പ്രൊഡ്യൂസർ ഞാനായിരുന്നു. പിന്നെ ഇത്തവണയും എമ്പുരാൻ വന്നപ്പോൾ എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയത്ത് എത്താൻ പറ്റി. ഞാൻ ചെന്നിരുന്നു, നമ്മൾ ഓടിച്ചെല്ലും. എനിക്ക് താങ്കളൊരു ഫോട്ടോ കണ്ടിരുന്നത് താങ്കൾ അമേരിക്കൻ മിലിറ്ററി വേഷത്തിൽ ലാലേട്ടനോടൊപ്പം നിൽക്കുന്നത്. അത് പെരിച്ചാഴി സമയമായിരുന്നു. അതല്ലേ, എനിക്ക് ആക്ച്വലി ലാലേട്ടന് ഒരു അനുമോദിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ അതിനുവേണ്ടി ഒരു ചരടൊക്കെ വലിച്ചായിരുന്നു. ലാലേട്ടന് അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിൽ ഒരു ഫെലിസിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അന്ന് നടന്നില്ല. പെട്ടെന്ന് ടൈം കൺസ്ട്രെയിനും ഞാൻ എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ലാലേട്ടനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നല്ലോ. ഞാൻ അതിൻ്റെ ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നപ്പോൾ അത് പെരിച്ചാഴിയുടെ സെറ്റിൽ വെച്ചായിരുന്നു. അങ്ങനെയാണല്ലേ. ഇവിടുന്ന് ആര് വന്നാലും ഒരു ബന്ധപ്പെടലുണ്ടായിരുന്നു. ഡയറക്ടർ ബ്ലെസ്സി ആയിട്ടുമൊക്കെ ഞാൻ പരിചയത്തിലുണ്ട്. ഒത്തിരി ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. വഴിയൊക്കെ ഇഷ്ടംപോലെ സിനിമ കിട്ടാവുന്നതാണ്. അതെ അതെ. അപ്പൊ എന്റെ ഈ കഥ വെള്ളിത്തിരയിലേക്ക് എത്താൻ വേണ്ടി ഇപ്പൊ പലരും ചോദിക്കും. പക്ഷെ ഇതൊരു സിനിമയാക്കി കൂടെ? പിന്നെ എത്ര ഇത് വലിയൊരു കഥയാട്ടെ. എനിക്ക് ഈ പറഞ്ഞതനുസരിച്ച് ഒരു പുസ്തകം ആക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയെന്ന് പറഞ്ഞ് പുസ്തകം ആക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. ഞാൻ അന്ന് ഈ സന്തോഷ് കുളങ്ങര സാറുമായിട്ട് വണ്ടി ആയിരുന്നപ്പോൾ എന്റെ ആഗ്രഹം മുഴുവൻ ഈ പുറകിരിക്കുന്ന ലാൽ ജോസ് സാർ ഇതൊന്നും പുള്ളി ഉറങ്ങിയും പോയി. കഥ മുഴുവൻ പുള്ളി റെക്കോർഡിലും ആക്കി. 8 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇറക്കി. ലാൽ ജോസ് സാർ ഉറങ്ങിയൊന്നുമില്ല. പുള്ളിക്ക് എല്ലാം നല്ലപോലെ അറിയാം. ഞാൻ അന്ന് പുള്ളിയോട് പറയാതെ ഇവിടെ കയറി പടം പിടിച്ചുകൊണ്ടാണ് പുള്ളി ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നല്ലേ? പേഴ്സണലി പ്രകടിപ്പിച്ചിട്ടില്ല. അല്ല, എങ്കിലും തോന്നുന്നു ഇത്രയും സീറ്റിംഗ് ആയിട്ട് ആളുടെ പറയാതെ ചാടിക്കേറി ഇത്രയും പൈസ മുടക്കി ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അതും 8 നില 1 രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥ. അവാർഡുകൾ കിട്ടിയതുകൊണ്ട് പൈസ വരില്ലല്ലോ, അംഗീകാരങ്ങൾ ഒത്തിരി കിട്ടി അല്ലേ? എന്റെ ഡയറക്ടറിനും ഒത്തിരി അനുമോദിക്കപ്പെട്ടു. പക്ഷെ നമുക്കൊരു ഗുണം ഉണ്ടായില്ലോ. എത്ര കോടിയായി അതിന്? 2 കോടി രൂപ. പക്ഷെ അതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 34 ഇന്റർനാഷണൽ അവാർഡ്. അതൊരു വിമൻ എംപവർമെന്റ് ആയിരുന്നു. അതൊരു ലോകത്തിലേക്കുള്ളൊരു മെസ്സേജ് ആയിരുന്നു ആ പടം. അല്ല, അപ്പൊ നമ്മുടെ അതിനൊപ്പം പൈസ ഉണ്ടാവണം. അവാർഡ് കിട്ടിയ മേശപ്പെടുത്തോണ്ടിരിക്കും. അത് ഫൈനാൻഷ്യലായിട്ട് കൂടെ ചിന്തിക്കണം. നമ്മൾ അതിനകത്ത് ഒരു ധനപരമായിട്ടൊന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ചൊന്ന് അത് ലാഭകരമായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അത് പ്ലാൻ ചെയ്യണമായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷനും അതിന്റെ കാര്യങ്ങളും. കൊമേഴ്ഷ്യലി അത് പരാജയമായിരുന്നു. അങ്ങനെയാണ് അത് പരാജയം വരും. പക്ഷെ അവാർഡുകൾ സിനിമ നല്ലതായിരുന്നു, അംഗീകാരങ്ങൾ തേടിയെത്തി. എൻ്റെ ഡയറിയിൽ ചെക്ക് ദ ബ്ലോക്ക്. അപ്പം പ്രൊഡ്യൂസർ ആയിരുന്നു, ആയി. നടിച്ചു. അപ്പം അതങ്ങ് തീരുമാനമായി. പ്ലെയിനിൽ നിന്ന് ചാടിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ കുവൈറ്റ് എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ആയിട്ട് അങ്ങനെയും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാത്ത പണിയില്ല. ഞാൻ നേഴ്സിംഗ് ആകണമെന്ന് ആഗ്രഹം. ഞാൻ നേഴ്സിംഗ് പോയി പഠിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി ഇവിടെ വന്നിട്ട് ഇച്ചിരി തെയ്യമൊക്കെ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ കണ്ണൂരൊന്ന് പോയാക്കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വരും ഓരോന്ന് ചെയ്യുമ്പോൾ. ആഗ്രഹങ്ങൾ തീർന്നില്ല. ഞാൻ ഒപ്പീസ് എന്ന് പറഞ്ഞൊരു സെറ്റ് വെച്ച് അത് അതിനകത്ത് ഷൈൻ ടോൺ ചാക്കോയാണ്. സോജൻ്റെ പടമാണ്. അതിനകത്ത് തെയ്യം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ യു നെവർ നോ, നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും. എനിവേ, അപ്പോൾ ഇത് സിനിമയാക്കാൻ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇങ്ങനൊരു ചിന്തയുണ്ട്. ആരും സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. എങ്കിലും ഹെലൻ ചെയ്ത മാത്തുക്കുട്ടി സാറല്ലേ, അറിയോ? പുള്ളിയെ ഒരു തവണ മിന്നായം പോലെ ഒന്ന് കണ്ടായിരുന്നു, കൂടെയുള്ള വേറൊരു ഗോസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട്. പിന്നെ രജനീഷ് എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞു, ഇതിൻ്റെ പല കഥകളിൽ ഒരു കഥ എഴുതാൻ ഞാനും ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിപ്പോൾ ആർക്കറിയാം, ഇപ്പോൾ സ്പാനിഷ് മസാല അല്ലെങ്കിൽ 2 കൺട്രീസോ ഇവിടെ നമ്മുടെ നേടുകൾ. ഇപ്പോൾ ഇതിനെ പറയാമല്ലോ, ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ആലഞ്ചേരി കഥകൾ ഇറക്കാമല്ലോ. ആലഞ്ചേരിക്ക് എത്ര കഥകളാണെന്നറിയാം. ഇപ്പോൾ സന്തോഷവാനാണോ? ഹാപ്പിയാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പം. പണ്ടൊക്കെ ഞാൻ ഈ സെറ്റ് വഴി കയറി ഇറങ്ങുമ്പം ഒരാളും മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പം സന്തോഷ് കുളങ്ങര സാർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം താങ്കൾ പറഞ്ഞിപ്പം താങ്കളെ ആൾക്കാർ കാണാൻ പോയില്ലേ. അപ്പോൾ ഇതിന് കൊള്ളാമല്ലോ, അഭിനയിക്കാൻ കൊള്ളില്ലല്ലോ, ഇദ്ദേഹത്തിൻ്റെ ആ പബ്ലിസിറ്റിയെ കൊള്ളാം. അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മൾ എടുക്കാം. താങ്കൾ എല്ലാ രീതിക്ക് സംസാരിക്കുമല്ലോ. സ്റ്റാൻഡപ്പ് കോമഡിയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതവിടെ ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യാറുണ്ടോ? അവിടെ നമ്മൾ എൻ്റെ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ച് പറഞ്ഞാൽ സായിപ്പ് പൊട്ടിച്ചിരിക്കും. ഒരൊറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി, താങ്ക് യു കം അഗൈൻ. നമുക്കത് കേട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ ഈ ആക്സെൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫണ്ണിയാണ്. പണ്ട് ഈ തൃശ്ശൂരുകാർ പറയുമ്പോൾ, ഇന്നസെൻ്റ് പറയുമ്പോൾ നമുക്ക് ചിരിയായിരുന്നു, കോട്ടയംകാർക്കൊക്കെ.
എന്തൊരു കടിയേ എന്തുട്ട് കടിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കോട്ടയത്തുള്ളവർക്ക് അതൊരു വരും, നർമ്മം കൊണ്ടാ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആക്സെന്റ് കേട്ട അമേരിക്കർക്ക്. എന്നോട് അത് മാത്രം പറഞ്ഞ് എനിക്ക് പ്രൊമോഷൻ തന്നിട്ടുണ്ട്. നീ ഒന്നും പറയണ്ട, നീ അത് മാത്രം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. കാരണം നീ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അവർക്കറിയാം ഞാൻ നല്ലവനാണെന്നും ജോലി എടുക്കുമെന്നറിയാം. അവർ ആ ഒരു പ്രോസസ്സിലേക്ക്. അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റ് ട്രാക്കിംഗ് പ്രൊമോഷനായിരുന്നു, അത് ഗുണം ചെയ്തു. അത് സിനിമയിലെങ്കിലും കിട്ടണം, അത് ഗുണം ശരിയാണ്. അത് ഇവിടുത്തെ സൗഹൃദ ബന്ധം എനിക്ക് ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടില്ലല്ലോ. നമുക്കൊരു ടീം വേണം ഇവിടെ. ഇപ്പോൾ ഒരു ടീം വർക്കാണല്ലോ നമ്മൾ കാണുന്നത്. പല ഗ്യാങ്സും പല പ്രൊഡക്ഷൻ ഹൗസസും ഒക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിവുഡിൽ ഈ കളിയെ കണ്ടതാണ്. പിന്നെ എനിക്ക് ഈ ചാഞ്ചാട്ടം ഉള്ളതുകൊണ്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കണം. അല്ല ഇതും അതാണ്, ഈ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സിനിമ ഇവിടെ നിന്ന് ഇട്ടിട്ട് ചിലപ്പോൾ പോകുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ചിലപ്പോൾ പോകുന്നു എനിക്ക് തോന്നുന്നു. പോകരുത് തീരുമാനം എടുക്കണം. താങ്കളുടെ സ്വഭാവം വെച്ച് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടുവാണ്. മൂക്കേറിടാൻ പോവാ, ഈ കാളയ്ക്ക് മൂക്കേറിട്ട് അവിടെ നിൽക്കുകയല്ലേ. പക്ഷെ അത് പോകുന്നത് ഗുണത്തിലേക്ക് പോയിട്ടുള്ളൂ. അല്ല പോയതൊക്കെ ഗുണത്തിലേക്കാണല്ലോ പോയല്ലേ, അല്ലേ? അപ്പൊ എല്ലാ മേഖലയിലും കൈവച്ചു താങ്കളൊരു, ഞാൻ നേരത്തെ തുടക്കത്തിൽ വല്ലാത്തൊരു സംഭവമാണ് താങ്കൾ. താങ്ക് യു. അതുകൊണ്ടാണ് താങ്കളോട് സ്നേഹവും. രാവിലെ നമ്മൾ ഫോണിൽ സംസാരിച്ച് ഉടൻ തന്നെ എടുത്തേക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നെ മെൽബിൻ പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഞാൻ ഒരേ തിരക്കിൽ മാറിപ്പോയതുകൊണ്ടാണ്. മെൽബിൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വരുന്നുണ്ടെന്ന് എടുക്കണം, ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം. അന്ന് നമ്മൾ ഒരു ദിവസം ഫുട്ബോൾ ടൂർണമെൻറ്റ് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അമേരിക്കയിലാണപ്പം അല്ലേ? തൊടുപുഴ ഇരുന്ന് നമ്മൾ അന്ന് ഷൈൻഡോ ജാക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മെൽവിൻ്റെ ചാച്ചൻ്റെ മെമ്മോറി എൻ്റെ നാടാണല്ലോ, തൊടുപുഴ എൻ്റെ നാടാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ നാട്ടിൽ ഒരുമിച്ച് നടന്നവരാണ്. മെൽവിനും കിഷോറുമായിട്ട് ആ ഒരു ബന്ധവും ഞങ്ങൾക്കുണ്ട്. പക്ഷെ താങ്കൾ ഇനിയും ഉയരും കേട്ടോ. ഇപ്പൊ പുതിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് നമുക്ക് പറയണ്ട ആരോടും, സിനിമകൾ നടക്കട്ടെ. ലാലേട്ടൻ്റെ സിനിമയിലൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സിനിമയുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ വേറെ ആളാവും. സിനിമ അങ്ങനെയാണ്. രജനീകാന്ത് സാറിൻ്റെ കൂടെ രജനീകാന്തിനോട് അഭിനയിച്ചു അല്ലേ? അത് പറയൂ. പുള്ളിക്ക് ബൊക്ക കൊടുത്ത് സല്യൂട്ട് ചെയ്ത് ആ സല്യൂട്ട് ഫസ്റ്റ് അടിക്ക് ക്ലീൻ ആയി. എന്തുകൊണ്ടാണ് നമ്മളിവിടെ NCC ഉണ്ടായിരുന്നുകൊണ്ടും ഒരു സല്യൂട്ടിൽ അപ്പൊ അവിടുത്തെ സല്യൂട്ട് ഇങ്ങനെയാണ്, ഇവിടുത്തെ സല്യൂട്ട് പനി നോക്കുന്ന പോലെയാണ്. അപ്പൊ അതിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സല്യൂട്ട് അവിടെ അടിച്ചത്. അത് ഡയറക്ടർ നോക്കിയായിരുന്നു. അത് വേട്ടയാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങാൻ പോകുന്ന സിനിമയല്ലേ? മഞ്ജു വാര്യറും അദ്ദേഹം ഉണ്ടായിരുന്നു സെറ്റില്. അതിൽ അഭിനയിച്ചു. എങ്ങനെ എത്തി അവിടെ രജനിയുടെ അടുത്ത്? ഇതൊക്കെ നിമിത്തം. അത് കഴിഞ്ഞ് സ്കോട്ട്ലൻഡിൽ പോയി AL വിജയ് സാറിന്റെ പടത്തിൽ അഭിനയിച്ചു. ത്രൂ ഔട്ട് 8 ദിവസം ഡ്രമ്മറായിട്ട്. ജില്ലം പടപടി എന്നുള്ള. അതൊക്കെ അതാ പറഞ്ഞത്, ഇതൊക്കെ വരും. അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്തെന്ന് വരുന്ന പടം തേടി വരും. താങ്കൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുമല്ലേ? ഇപ്പോഴും ഓഡീഷന് പോകുന്നു അല്ലേ? ഇത്രയും കഴിവുള്ള താങ്കൾക്ക് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ആ കഥകളുണ്ട്, എഴുതാനും ഒക്കെ. ഞാൻ പഠിച്ചതാണ്. ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ സിനിമ പഠനം നടത്തിയ ആളാണ്. ഡയറക്ഷന് പോയി ആക്ടിങ്ങിലായി അല്ലേ? അങ്ങനെയല്ല എന്റെ കഥ. ഡയറക്ഷനും ആക്ടിങ്ങിലേക്ക് പോയി അല്ലേ? മനോഹരമായി പാട്ട് പാടും. അല്ല ചില സമയത്ത് പാട്ടുകൾ പാടാറുണ്ടല്ലോ താങ്കൾ പല പരിപാടിക്ക്. അല്ല എനിക്ക് അതിനകത്തൊരു രസമുണ്ട്. ആ കഥ എനിക്ക് കേൾക്കണം. മറ്റേ സ്കൂളിൽ നിന്ന് ആർമി കയറിയിട്ട് നിങ്ങള് മറ്റേ ചിക്കുപുക്ക് റെയിലെ പാടി ആ കഥ കേൾക്കണം. ഈ അവിടുത്തെ എല്ലാം റാപ്പന്മാരുടെ അഗ്രഗണ്യന്മാരാ. അപ്പൊ ഞാൻ നോക്കിയിട്ട് നമുക്ക് അപ്പൊ രാവിലെ ഓടണം. അപ്പൊ നമ്മളിങ്ങനെ അപ്പൊ അവർ ഇംഗ്ലീഷിലാണ് പാടുന്നത്. ഞാനപ്പോ മാറുന്നത് ചിക്ക് പൊക്ക് ചിക്ക് റൈലേ എന്നൊക്കെ പറഞ്ഞ അപ്പൊ അവന്മാര് റിപ്പീറ്റ് ചെയ്യും. ഇതിങ്ങനെ പാടി ഇത് റിപ്പീറ്റ് ചെയ്ത് അവന്മാരും പിന്നെ തമിഴ് പാട്ടായി. എന്നും അതും ശരി നീ പാടുന്നില്ല, ഞാൻ പറഞ്ഞു പാടിയേക്കാം. പിന്നെ നമ്മള് റഹ്മാൻ പാട്ടുകളായി. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ പാട്ടിലേക്ക് വായി വരുന്ന കോതയ്ക്ക് പാട്ട് കാച്ചിയ ചിലപ്പോ കിട്ടും, മാവിട്ടറിയുന്ന പോലെ. അത് ഭയങ്കര ഇഷ്ടമായി, അത് ഹിറ്റായിരുന്നു. പിന്നെ വലിയ ഈ എൻ്റയർ ബ്രിഗേഡ് റൺ ചെയ്യുന്ന ദിവസമൊക്കെ എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തും. അതെന്ന് പറഞ്ഞാൽ അവർ ദേ അപ്രീഷിയേറ്റ് എന്നും കൂടെ ഉള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ തഴയാം. പക്ഷെ അവർ നോക്കിയപ്പം വ്യത്യസ്തൻ, ആ വ്യത്യസ്തനായ കാരണം ദേ ഗേവ് മീ ഓപ്പർച്യൂണിറ്റി. അത് നമ്മൾ ഷൈൻ ചെയ്തു. അവരൊക്കെ ഈ പാട്ട് പാടാൻ തുടങ്ങി, തമിഴ് പാട്ട് പാടാൻ തുടങ്ങി. അതായത് റിതമുള്ള പാട്ടായിരിക്കണം. AR റഹ്മാൻ സാറിന്റെ പാട്ടറിയാമല്ലോ, എല്ലാത്തിനും ഒരു ടട്ടക് ടട്ടക് കച്ചക് കച്ചക് ആ ഒരു ട്രെയിൻ പോകുന്നൊരു ഇതില്. അപ്പം നമ്മൾ ഓടുമ്പോൾ അങ്ങനെ ആ ഒരു. പിന്നെ ബീറ്റ് ബോക്സിംഗ് ഉണ്ട് ഇതിനിടയ്ക്ക്. ബീറ്റ് ബോക്സിങ് ചെയ്യാനുള്ളൊരു കൊച്ചിലെ പോലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് റിതമാണല്ലോ, അവിടെ എല്ലാം ജീവിതത്തിന്റെ താളമാണല്ലോ. അപ്പൊ അതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ പല പരിപാടി ചെയ്തിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. ഒരു നല്ലയും പാട്ടൊന്ന് പാടാൻ ഇല്ല, ഒരു നല്ലയും പാടാം നമുക്ക് എന്തായാലും. അങ്ങനെ അവസാനിപ്പിക്കാം മംഗളമായിട്ട് നമുക്ക് പാടാൻ.
പാടായിരുന്നു. സെമിനേരിയിലൊക്കെ പോയല്ലേ, ഭക്തിഗാനമായാലും കുഴപ്പമില്ല. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. അതുപോലെ തന്നെ ആ നാവ് നിൽക്കുന്നു എന്നുണ്ട്, ആ നാവ് വെച്ചാണ് പോരാടിയിരിക്കുന്നത്. അതെ അതെ, ആ പോരാട്ടമാണ് വിജയം കണ്ടിരിക്കുന്നത്. ഇനിയും ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് പോവുക. താങ്ക് യു. ആലഞ്ചേരി എന്നുള്ള പേര് എവിടെയും എഴുതി വെക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ വളർന്നിട്ടുണ്ട്, ഇനിയും അപ്പുറത്തേക്ക് വളരുക. ഒത്തിരി സന്തോഷം ശ്രീ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹൈദരലി. ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് യു. ഒത്തിരി നാൾ കാത്തിരുന്നതാണ്. താങ്ക് യു. താങ്ക് യു. പ്രഷർ കേട്ടല്ലോ, ഇതാണ് ഒരു കഥ. ഈ കഥ കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് 1-2 എപ്പിസോഡിൽ തീരുന്ന കഥയല്ല, ഇനിയും ഞങ്ങൾക്ക് സംസാരിക്കാറുണ്ട്. ഇന്ന് സമയം കുറവുണ്ട്, ഇനിയും ഞങ്ങൾ സംസാരിച്ച് കുറേ കഥകൾ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം ഒരു എപ്പിസോഡ് കണ്ടു, ഇനി അടുത്ത എപ്പിസോഡ് കാണാം. അങ്ങനെ നിരന്തരമായ എപ്പിസോഡ് കാണാൻ നിങ്ങൾക്ക് കഴിയും.